നമസ്കാരം പ്രിയപ്പെട്ടവരെ. നമ്മൾ എല്ലാവരും തന്നെ ഇപ്പോൾ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമുണ്ട്. ഒരു ഫിലിം സ്റ്റാർ സൂര്യ. അപ്പോൾ നമ്മുടെ മാധ്യമങ്ങൾ, നമ്മളെ ഓൺലൈൻ മാധ്യമങ്ങൾ, ചാനലുകൾ, യൂട്യൂബ് ചാനല്, നമ്മളെ നവമാധ്യമങ്ങളെല്ലാം തന്നെ നിറഞ്ഞു നിൽക്കുന്ന ഇതിഹാസ കഥാപാത്രം സൂര്യ എന്ന് പറയുന്ന ഫിലിം സ്റ്റാർ. അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ. അപ്പം അഗരം ഫൗണ്ടേഷൻ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ അഗരം ഫൗണ്ടേഷനെ കുറിച്ച് തന്നെയാണ് എന്നുള്ളതാണ് ഞാൻ ആദ്യമേ തന്നെ നൽകുന്ന സൂചന. അപ്പം അഗരം ഫൗണ്ടേഷൻ തമിഴ്നാട്ടിലും ഇന്ത്യയിലും വരുത്തിക്കൊണ്ടിരിക്കുന്ന മാറ്റം നമുക്ക് കാണാതെ പോകാൻ കഴിയുകയില്ല എന്നുള്ളതാണ്. അപ്പോൾ സൂര്യ തൻ്റെ വരുമാനത്തിൽ നിന്ന് ചിലവഴിച്ചുകൊണ്ട് 15 വർഷങ്ങൾക്ക് മുമ്പ് സ്ഥാപിച്ചെടുത്ത ഒരു ഫൗണ്ടേഷൻ, ഒരു സോഷ്യൽ ചാരിറ്റി ഓർഗനൈസേഷൻ, അതാണ് അഗരം. അപ്പോൾ അഗരം എന്ന് പറയുന്ന സോഷ്യൽ ചാരിറ്റി ഓർഗനൈസേഷൻ വഴി ഏറ്റവും അവസാനം വാർത്തകളിലും നമ്മുടെ ഇന്ത്യയിൽ മാത്രമല്ല വിദേശ മാധ്യമങ്ങളിൽ പോലും, വിദേശ രാജ്യങ്ങൾ പോലും ഇന്ന് ഏറെ റെസ്പെക്റ്റോടുകൂടെ ഉറ്റുനോക്കുന്ന, അല്ലെങ്കിൽ ഏറെ കൗതുകത്തോടുകൂടെ ചർച്ച ചെയ്യുന്ന ഒരു സംഭവമാണ് അഗരം ഫൗണ്ടേഷൻ വഴി സൂര്യ എന്ന് പറയുന്ന ഫിലിം സ്റ്റാർ നേടിയെടുത്തിരിക്കുന്നത്. ലോകത്തെ എല്ലാ NGOസും, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ UN തൊട്ട് കീഴോട്ട് എത്ര NGOസ് ആണ്, എത്ര സോഷ്യൽ സർവീസ് സംഘടനകളാണ്, അല്ലെങ്കിൽ ചാരിറ്റി ഓർഗനൈസേഷനാണ് ഇന്ന് ദിനംപ്രതി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അവർക്കൊന്നും എത്തിപ്പിടിക്കാൻ പറ്റാത്ത വിധത്തിൽ, അവർക്കൊന്നും അവകാശപ്പെടാൻ പറ്റാത്ത വിധത്തിൽ ചരിത്രം തന്നെ തിരുത്തി കുറിച്ചുകൊണ്ട് സൂര്യ എന്ന് പറയുന്ന ഫിലിം സ്റ്റാർ വലിയ അച്ചീവ്മെൻറ്റ്സ്, വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ സൂര്യയുടെ അഗരം ഫൗണ്ടേഷൻ വഴി സമൂഹത്തിൻ്റെ താഴെ തട്ടിലുള്ള സാമ്പത്തികമായിട്ട് അധംപതിച്ച നൂറുകണക്കിന് ഫാമിലീസ്, നൂറുകണക്കിന് കുടുംബങ്ങൾ, ഇന്ന് ലക്ഷങ്ങളുടെ സാലറി വാങ്ങുന്ന ഉന്നത ഉദ്യോഗസ്ഥന്മാരെ സമൂഹത്തിന് ഡൊണേറ്റ് ചെയ്തതാണ് അഗരം ഫൗണ്ടേഷൻ്റെ ഏറ്റവും വലിയ നന്മ. അപ്പോൾ അഗരം ഫൗണ്ടേഷൻ്റെ ആ നന്മയ്ക്ക് പിറകിലുള്ള നന്മ എന്ന് പറയുന്നത്, നന്മ മരമായിട്ട് മാറുന്നത് സൂര്യ എന്ന് പറയുന്ന സിനിമാ നടനാണ്. അപ്പോൾ എത്രയോ സിനിമാ നടന്മാരുണ്ട്. നമ്മുടെ മലയാളത്തിലും ഒരുപാട് സിനിമാ നടന്മാരുണ്ട്, സിനിമാ നടികളുണ്ട്, സിനിമാ ഡയറക്ടർമാരുണ്ട്. കോടികളും കോടി ലക്ഷം കോടികളും കൊണ്ട് അമ്മാനമാടുന്ന നമ്മളെ മഹാനടന്മാർ കേരളത്തിലുണ്ട്. മോഹൻലാൽ, മമ്മൂട്ടി, പൃഥ്വിരാജ്, ഇല്ല, ഇവനൊക്കെ ചെയ്യുന്നത് എത്ര കോടി രൂപയുടെ കാറ്, വിലയുള്ള കാറ് വാങ്ങിച്ചു എന്നതിൻ്റെ ഫോട്ടോ ഇടുമ്പോഴാണ് നമ്മൾ നവമാധ്യമങ്ങളിലൂടെ അറിയുന്നത്. ഇല്ല, അവൻ ലുംബാഡോ വാങ്ങിച്ച്, അല്ലെ റാഞ്ച് റോവർ വാങ്ങിച്ച് എന്നൊക്കെ പറഞ്ഞ് നമ്മളറിയുന്നത്. അപ്പോൾ യുവന്മാർക്കെല്ലാം ഉള്ള ഒരു മറുപടി കൂടിയാണ് സിനിമാ നടനായിട്ടുള്ള സൂര്യ എന്ന് പറയുന്ന ആ മനുഷ്യ സ്നേഹിയായിട്ടുള്ള സിനിമാ നടൻ്റെ ഒരു പ്രവൃത്തി ലോകം അറിയുന്നത്. അവൻ എത്ര കോടി രൂപയുടെ കാറ് വാങ്ങിച്ച് ഇവൻ്റെ മുമ്പിൽ കാണിച്ചു എന്നുള്ളതല്ല അവൻ്റെ മഹത്വം. ഇവനൊക്കെ കണ്ടുപഠിക്കണം. സർക്കാരിന് ടാക്സ് പോലും കൊടുക്കാതെ ടാക്സ് വെട്ടിക്കാൻ വേണ്ടി സിനിമാ നടനായിട്ടുള്ള സുരേഷ് ഗോപി ഗോവയിൽ പോയി പണ്ട് വില കൂടിയ കാറ് രജിസ്ട്രേഷൻ നടത്തി സർക്കാരിൻ്റെ ഖജനാവിലെ പണം വെട്ടിച്ചത് നമുക്ക് ഓർമ്മയുണ്ട്. പോണ്ടിച്ചേരി രജിസ്ട്രേഷനിൽ കോടികളുടെ വിലയുള്ള കാറ് രജിസ്ട്രേഷൻ നടത്തി സുരേഷ് ഗോപി സ്വന്തമാക്കിയത് നമ്മൾ ഈ അടുത്ത കാലത്തും എല്ലാം ചർച്ച ചെയ്ത വിഷയമാണ്. അപ്പം മോഹൻലാലിൻ്റെ വീട്ടിൽ വില കൂടിയ ആനക്കൊമ്പ്, അല്ലെങ്കിൽ പുലിത്തോല് പോലുള്ള, പുലിപ്പല്ല് പോലുള്ളയൊക്കെ ആ വില കൂടിയ സാധനങ്ങൾ റെയ്ഡ് ചെയ്ത് എൻഫോഴ്സ്മെൻറ്റ് കൊണ്ടുപോയ വാർത്തകൾ നമ്മൾ വായിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ അണ്ണന്മാരെല്ലാം യഥാർത്ഥത്തിലുള്ള ടാക്സ് പോലും കൊടുക്കാൻ മടിച്ചുകൊണ്ട് സർക്കാരിനെ ഒരുപാട് ബാക്കിലോട്ട് കൊണ്ടുപോവുക ചെയ്ത മാത്രമല്ല, സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ പിന്നെ മോഹൻലാലിനെ കുറിച്ച് വേറെ ഒരു വാർത്ത കൂടി. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടമായ ബുർജ് ഖലീഫയിൽ പോയി ഫ്ലാറ്റ് സ്വന്തമാക്കി എന്നുള്ള ന്യൂസ് വരെ നമ്മൾ കേട്ടു.
ഇല്ല അവൻ്റെ വീട്ടിൽ നിന്ന് ആനക്കൊമ്പ് പിടിച്ചെന്നുള്ള വാർത്ത നമ്മൾ കേട്ടു. പക്ഷേ ഇതെല്ലാം കേട്ടപ്പോഴും പാവപ്പെട്ട 10 മനുഷ്യരെ സഹായിച്ചു എന്നുള്ള വാർത്ത വളരെ വിരളമായിട്ടാണ് നമ്മൾ കേൾക്കാറുള്ളത് എന്നാണ്. അപ്പം ലക്ഷം കോടികളും കോടാനുകോടികളും സ്വന്തമാക്കി അമ്മാനമാടുന്ന മലയാള സിനിമയിലെ മഹാനടന്മാർക്കും നടിമാർക്കും ചെകിട്ടത്തേറ്റ തിരിച്ചറിവിൻ്റെ അടിയാണ് സൂര്യ എന്ന് പറയുന്ന തമിഴ് സിനിമാ നടൻ ലോകത്തിന് സംഭാവന ചെയ്ത ഒരു സംഭാവന എന്ന് പറയുന്നത്. അദ്ദേഹം തൻ്റെ വരുമാനം അദ്ദേഹത്തിന് വേണമെങ്കിൽ ലുംബാഡ ഒരു 100 ലുംബാഡ വാങ്ങിക്കാൻ വേണമെങ്കിൽ, അല്ലെങ്കിൽ ബൂർജ് ഖലീഫയിൽ പോയി ഒന്നിലധികം ഫ്ലൈറ്റുകൾ വാങ്ങാം, അല്ലെങ്കിൽ ചൈനയിലെ ഷാങ്ഹോങ്ങിൽ പോയി ഉല്ലാസയാത്രകളൊക്കെ നടത്തി അതിൻ്റെ ഫോട്ടോ നവമാധ്യമങ്ങളിൽ പങ്കുവയ്ക്കാം, യൂട്യൂബ് ചാനലിലും പങ്കുവയ്ക്കാം. അപ്പം അതിനേക്കാൾ എത്രയോ മനുഷ്യരുടെ മനസ്സിൽ സ്ഥാനം പിടിച്ച വാർത്തകളാണ് സൂര്യ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത്. 51 ഡോക്ടർമാരാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പായിട്ട് സൂര്യയുടെ ഫൗണ്ടേഷനായിട്ടുള്ള ചാരിറ്റബിൾ ഓർഗനൈസേഷൻ ആ ചാരിറ്റബിൾ ഫൗണ്ടേഷൻ മുഖേന പഠിച്ച് പുറത്തിറങ്ങിയ 51 ഡോക്ടർമാർ, അതൊരു നിസ്സാര സംഭവമാണോ? എത്ര 100 കണക്കിന് എൻജിനീയർമാർ, ആയിരക്കണക്കിന് സർക്കാർ സെർവൻസ്, ഉന്നത ഉദ്യോഗസ്ഥന്മാരായിട്ടുള്ള അഗരം ഫൗണ്ടേഷൻ വഴി പുറത്തിറങ്ങുന്ന പഠിച്ച് എന്ന് പറഞ്ഞാൽ ചില്ലിക്കാശിന് നിവൃത്തിയില്ലാത്ത പാവപ്പെട്ട കുടുംബത്തിലുള്ള പഠിക്കാൻ ടാലൻ്റുള്ള മിടുക്കരായിട്ടുള്ള വിദ്യാർത്ഥികൾ, അവരെയെല്ലാം പഠിപ്പിച്ച അഗരം ഫൗണ്ടേഷൻ സൊസൈറ്റിയിലെ ഉന്നത ഉദ്യോഗസ്ഥന്മാരും ഡോക്ടർമാർ, എൻജിനീയർമാർ ഇങ്ങനെയൊക്കെ ആക്കി ഇറക്കുക എന്ന് പറഞ്ഞാൽ അത് അഗരം ഫൗണ്ടേഷൻ്റെ മൊത്ത സാമ്പത്തിക ചെലവും സൂര്യയുടെ കീഴിലുള്ള ടീം ഏറ്റെടുത്തുകൊണ്ട് അവരുടെ പഠനവും അവരുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിനും വേണ്ടി സാമൂഹ്യ നന്മയ്ക്ക് വേണ്ടി ചെയ്തു എന്ന് പറഞ്ഞാൽ അതിൽ പരം പുണ്യം കിട്ടുന്ന, നന്മ കിട്ടുന്ന, അതിൽ പരം കീർത്തിയുള്ള ഒരു സൽപ്രവൃത്തി നമുക്കിന്ന് സമൂഹത്തിൽ ചൂണ്ടിക്കാണിക്കാൻ വളരെ വിരളമാണ് എന്നുള്ളതാണ്. അപ്പം നമുക്കും കുറേ മഹാനടന്മാരുണ്ട്, കോടികളും ലക്ഷങ്ങളും ഉണ്ട്. പൃഥ്വിരാജും 2.5 കോടി രൂപയോ 3 കോടി രൂപയോ എല്ലാം കാറെല്ലാം മേടിച്ച് അവനും അതിൻ്റെ മുമ്പ് വന്ന് ഫോട്ടോ ഇട്ട് സോഷ്യൽ സ്റ്റാറ്റസൊക്കെ കാണിച്ച് ഇല്ല ഇവനും ചാവുമ്പം ഈ ഭൂമിയിൽ തന്നെ അടക്കും, ഇല്ല സൂര്യയും ചാവും. പക്ഷേ സൂര്യ പോലുള്ള മഹാനടന്മാരെയും അഹരം ഫൗണ്ടേഷനെയും ലോകം ബഹുമാനിക്കുമെന്നുള്ളതാണ്. അവൻ്റെ പേരും പ്രശസ്തിയും അവനാൽ തന്നെ മാറ്റപ്പെടുന്നില്ല എന്നുള്ളതാണ്. അവൻ സമൂഹത്തിന് ചെയ്തിട്ടുള്ള കോൺട്രിബ്യൂഷൻ, അവൻ സമൂഹത്തിന് ചെയ്യുന്ന നന്മകൾ അവൻ്റെ കാലത്തിന് ശേഷവും നിലനിൽക്കും. പക്ഷേ നമ്മുടെ മലയാളത്തിലെ മഹാനടന്മാരുടെ കാറ് അവൻ്റെ കാലശേഷം പൊടിയടിച്ച് ഈച്ചയും പൂച്ചയും പട്ടിയും പെടുക്കുമെന്നുള്ളതാണ്. ആ ഈച്ചയിലും പൂച്ചയുടെയൊക്കെ വാസസ്ഥലമായിട്ട് അല്ലെങ്കിൽ പൊടിയും പൊട്ടുമായി തുരുമ്പായി മാറും എന്നുള്ളതാണ്. പക്ഷേ സ്വർണ്ണ തിളക്കത്തോടുകൂടെ സൂര്യയുടെ ഓർമ്മകളും സൂര്യയുടെ അഹരം ഫൗണ്ടേഷനും നാൾക്ക് നാൾ നിലനിൽക്കും. ആ നിലനിൽക്കുന്നതിൽ അതിനേക്കാളുപരി ആ അഹരം ഫൗണ്ടേഷൻ വഴി പഠിച്ചിറങ്ങി ജീവിത ഉപാധികൾ കണ്ടെത്തിയ ഉന്നത ഉദ്യോഗസ്ഥ പാവപ്പെട്ടവരെ ദൈവതുല്യമായിട്ട് അഹരം ഫൗണ്ടേഷനെയും സൂര്യയും കാണുമെന്നുള്ളതാണ്. അപ്പം അവരുടെ മനസ്സിൽ സൂര്യയെ തൻ്റെ കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെ മാത്രമല്ല കൺകണ്ട ദൈവത്തിന് തുല്യമായിട്ട് ബഹുമാനവും റെസ്പെക്റ്റും പ്രയറും പ്രാർത്ഥനയും അനുഗ്രഹവും എല്ലാം നൽകി ലോകം ബഹുമാനിക്കുന്ന വ്യക്തിയായിട്ട് സൂര്യയുടെ കാലശേഷവും അവൻ നിലനിൽക്കുമ്പോഴും അവൻ്റെ കാലശേഷവും അഹരം ഫൗണ്ടേഷനും അത് ചെയ്ത നന്മയും അതിൻ്റെ പിന്നിലുള്ള സൂര്യയും അവൻ്റെ ഓർമ്മകളും നിലനിൽക്കുമെന്നുള്ളതാണ്. നമ്മുടെ ഇവിടുത്തെ വാഞ്ഞ കുറേ നടന്മാർ, മഹാനടന്മാർ ലക്ഷം കോടികളുണ്ടാക്കി വലിയ ബിസിനസ്സൊക്കെ ചെയ്ത് അതിലും തികയാതെ വീണ്ടും ബിസിനസ് ചെയ്ത് അതിലും തികയാതെ ഭൂമി കച്ചവടം ചെയ്ത് അതിലും തികയാതെ ബിസിനസ്സിൽ ഏതൊക്കെ മേഖലകളിൽ പണം ഇരട്ടിപ്പിക്കാൻ പറ്റുമോ അതൊക്കെ ചെയ്ത് നെട്ടോട്ടം ഓടുന്ന മഹാനടന്മാരായിട്ടുള്ള കേരളത്തിലും കുറേ സിനിമാ നടന്മാരുണ്ട്. ടാക്സ് വരെ വെട്ടിച്ച് സർക്കാരിന് കൊടുക്കുന്ന ടാക്സ് വരെ എങ്ങനെ വെട്ടിക്കാം, അല്ലെങ്കിൽ പാവപ്പെട്ടവൻ്റെ പൈസ മുഴുവനും കുമിഞ്ഞുകൂടുന്ന സിനിമാ മേഖല, കള്ളപ്പണങ്ങൾ മുഴുവനും കുമിഞ്ഞുകൂടുന്ന സിനിമാ മേഖല, അധോലോകവും മയക്കുമരുന്നിൻ്റെയൊക്കെ വ്യാപാരങ്ങളും സെക്സ് റാക്കറ്റിൻ്റെയൊക്കെ വ്യാപാരങ്ങൾ നടക്കുന്ന സിനിമാ മേഖല. അങ്ങനെയുള്ള സിനിമാ മേഖലയിൽ പണത്തിന് യാതൊരു ദാരിദ്ര്യവുമില്ല. അധോലോകത്തിൽ നിന്ന് വരെ
വലിയ കള്ളന്മാരിൽ നിന്ന് വരെ കള്ളപ്പണം വെളുപ്പിക്കുന്നത് സിനിമാ മേഖലയിൽ കൂടിയൊക്കെയാണ്. ഇതെല്ലാം ഈ ജനങ്ങൾക്കറിയാം, സർക്കാരിനറിയാം. പക്ഷേ സർക്കാരും ഈ സിനിമാ മേഖലയിലുള്ളവരെ വഴിവിട്ട് സഹായിക്കുന്നു എന്നുള്ളതാണ്. കാരണം ഈ സർക്കാരിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥന്മാർക്കും മന്ത്രിമാർക്കും ഭരണത്തിലിരിക്കുന്നവർക്കും ഒരു കിമ്പളം അല്ലെങ്കിൽ ഒരു ഡൊണേഷൻ കിട്ടുന്ന മേഖല, സിനിമാ മേഖലയിൽ നിന്ന് വലിയ ഡൊണേഷൻ കിട്ടുന്നത് കൊണ്ട് സർക്കാരും പല നിയമവിരുദ്ധമായിട്ടുള്ള കണ്ണടച്ചു കൊടുക്കുക. അതിന് നിയമം ലംഘിക്കുന്നതിന് കൂട്ടുനിൽക്കുന്നതിന് തുല്യമാണ് കണ്ണടച്ചു കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ നിയമം ലംഘിച്ച്, ടാക്സ് ലംഘിച്ച് സുരേഷ് ഗോപി ഗോവയിൽ നടനായിട്ടുള്ള സുരേഷ് ഗോപി ഗോവയിൽ പോണ്ടിച്ചേരിയിൽ വലിയ വില കൂടിയ കോടികൾ വില വരുന്ന കാറ് രജിസ്ട്രേഷൻ നടത്തി അവിടുത്തെ ഒരു അഡ്രസ്സ് കൊടുത്ത് കേസൊക്കെ എടുത്ത് പിഴയൊക്കെ ഈടാക്കി ഈ കാര്യം നമ്മളെല്ലാം വായിച്ചതാണ്. അപ്പോൾ ടാക്സ് കൊടുക്കുന്നതിൽ മടി കാണിക്കുക. മഹാനടനായിട്ടുള്ള മോഹൻലാലിൻ്റെ വീട്ടിൽ നിന്ന് പുലിക്കൊമ്പ്, കോപ്പ്, പിന്നെ ആനക്കൊമ്പ് ഇതൊക്കെ പിടിച്ചു എന്നും പറഞ്ഞൊരു വാർത്ത പണ്ട് കാലത്ത് വന്നതാണ്. പിന്നെ കേസെടുക്കുകയോ അതിൻ്റെ നടപടികൾ സ്വീകരിക്കുകയോ ചെയ്തതായിട്ടോ അതിൻ്റെ പിറകിലുള്ള കാര്യങ്ങൾ വരുന്നത്. കാരണം ഇതെല്ലാം പണത്തിൻ്റെ മീതെ പരുന്തും പറക്കത്തില്ല എന്ന് പറയുന്ന രീതിയിൽ ഇതെല്ലാം തേഞ്ഞു മാഞ്ഞ് പിന്നെ പോകുന്നു. പിന്നെ നിരവധിയായിട്ടുള്ള സിനിമാ നടന്മാർക്കെതിരായിട്ട് ടാക്സ് വെട്ടിച്ചതിന് നിരവധിയായിട്ടുള്ള ആരോപണങ്ങളും കേസുകളും എല്ലാം വന്നിട്ടുണ്ട്. പക്ഷേ അതിനെയെല്ലാം നിയമത്തിൻ്റെ പഴുതുകൾ ഉപയോഗിച്ച് ഇവരെല്ലാം തേച്ചു മാച്ച് കളയും. പക്ഷേ സൂര്യ എന്ന് പറയുന്ന മഹാനടൻ, അദ്ദേഹത്തിന് ഇതുപോലുള്ള വില കൂടിയ കാറുകളോ ടാക്സുകൾ വെട്ടിച്ച് ബിസിനസ് നടത്തുകയൊക്കെ ചെയ്യാം. അത്രയധികം പണം അദ്ദേഹത്തിൻ്റെ കയ്യിലും അദ്ദേഹത്തിൻ്റെ ഫീൽഡിൽ നിന്ന് അദ്ദേഹത്തിന് കിട്ടുന്നുണ്ട്. പക്ഷേ അദ്ദേഹം അത് മെയിനായിട്ട് വിനിയോഗിച്ചത് പാവപ്പെട്ട താഴെത്തട്ടിലുള്ള പഠിക്കാൻ കഴിവുള്ള, പഠിക്കാൻ നിവൃത്തിയില്ലാതെ പഠനം നിർത്തിപ്പോയ, ജീവിക്കാൻ നിവൃത്തിയില്ലാതെ കഷ്ടപ്പെടുന്ന നൂറുകണക്കിന് ആയിരക്കണക്കിന് കുടുംബങ്ങളെ കരകയറ്റി രക്ഷപ്പെടുത്തി ഇന്ന് ലക്ഷങ്ങളുടെ സാലറികൾ കിട്ടുന്ന ഉന്നത ഉദ്യോഗസ്ഥന്മാർ, ഡോക്ടർമാർ, ഒരു ഡോക്ടറായിട്ടൊക്കെ ഒരു മെഡിക്കൽ പ്രൊഫഷൻ കംപ്ലീറ്റ് ചെയ്ത് എടുക്കാനുള്ള സ്വപ്നം പാവപ്പെട്ടവന് എന്നും ഇന്നും അന്യമായിട്ട് നിൽക്കുന്ന, എത്തിപ്പിടിക്കാൻ പറ്റാത്ത ഒരു മേഖലയാണ് മെഡിക്കൽ പ്രൊഫഷൻ എന്ന് പറയുന്നത്. കാരണം അത് പഠിച്ചിറങ്ങുന്നതിന് വേണ്ടി അത്രയധികം പണച്ചെലവുള്ള ഒരു മേഖലയാണ് മെഡിക്കൽ പ്രൊഫഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള മെഡിക്കൽ പ്രൊഫഷനിലെ 51 ഡോക്ടർമാർ ഒരു അഹരം ഫൗണ്ടേഷൻ്റെ ഫംഗ്ഷന് വന്ന് ഞാൻ അഹരം ഫൗണ്ടേഷൻ വഴി പഠിച്ചിറങ്ങിയെന്ന് പറയുമ്പം 51 പൊൻതൂവലാണ് അഹരം ഫൗണ്ടേഷൻ കിട്ടിയതെന്നുള്ളതാണ്. 51 അവാർഡുകൾ കിട്ടിയതിന് തുല്യമാണത്. ലോകം എല്ലാ കാലത്തും ബഹുമാനിക്കുന്ന, ആ ജനങ്ങൾ ജീവിക്കുന്ന കാലത്ത് മാത്രമല്ല അതിൻ്റെ പിൻതലമുറകളും കൂടി രക്ഷപ്പെടുന്ന രീതിയിലേക്ക് വലിയ സംഭാവന, വലിയ കോൺട്രിബ്യൂഷൻ, വലിയ ത്യാഗം സഹിച്ചുകൊണ്ടുള്ള ഒരു വലിയ നന്മയാണ് അഹരം ഫൗണ്ടേഷൻ വഴി സൂര്യ ചെയ്തിരിക്കുകയാണ്. ആ നന്മയെ നമുക്ക് കാണാതിരിക്കാൻ കഴിയുകയില്ല. എത്ര എൻജിനീയർമാർ, എത്ര സിവിൽ സർവീസിൽ ഉന്നത ഉദ്യോഗസ്ഥന്മാർ എല്ലാം കോൺട്രിബ്യൂട്ട് ചെയ്ത ഒരു വലിയ NGOs ആണ് അഹരം ഫൗണ്ടേഷൻ എന്നുള്ളത്. അഹരം ഫൗണ്ടേഷന് 1000 നന്ദി അർപ്പിച്ചുകൊണ്ട് എൻ്റെ വീഡിയോ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.